യമൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടലിലൂടെ അല്ലാതെ നിമിഷപ്രിയയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മോചനമുണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയ്ക്ക് പോലും സാധ്യതയില്ല. കാരണം യമൻ 2014 മുതൽ അവിടെ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുമ്പ് 4 നൂറ്റാണ്ടോളം ഭരിച്ച ഒരു പ്രസിഡൻ്റായിരുന്നു. ആ പ്രസിഡൻറ്റിനെതിരെ ഒരു ജനാധിപത്യ വിപ്ലവം ഉണ്ടായി, അയാൾ താഴെ ഇറങ്ങേണ്ടി വന്നു. പിന്നീട് ഒരു ഭരണകൂടം അവിടെ വന്നു എങ്കിൽ പോലും അത് വർഷങ്ങൾക്കുള്ളിൽ ഒരു സിവിൽ വാറിലേക്ക് പോവാണ്. സിവിൽ വാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോർത്തേൺ പാർട്ട് ഹൂത്തികളും തെക്കൻ പാർട്ട് മുമ്പുണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെ ബാക്കി അവശിഷ്ടമാണ് ഭരിക്കുന്നത്. അതായത് തലസ്ഥാനം ഹൂത്തി റെബൽസാണ് കൈയടക്കി വെച്ചിട്ടുള്ളത്. ഈ ദക്ഷിണ ഭാഗത്താണെങ്കിൽ അവിടെ വേറൊരു മിലീഷ്യ അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ പോരാടിക്കൊണ്ടിരിക്കുക. മൊത്തം കയോസാണ് ആ രാജ്യത്തുള്ളത്. അതുകൂടാതെ യമനിൽ സൗദി UAE സഖ്യം നടത്തിയിട്ടുള്ള ബോംബിങ് നമുക്കറിയാം. അപ്പോൾ ഒരു വശത്ത് സൗദി UAE ബാക്കിയും കൂടിയുള്ള മിലീഷ്യ, മറുവശത്ത് ഇറാൻ്റെ ബാക്കിയും കൂടിയുള്ള ഹൂത്തികൾ. അങ്ങനെ ഒരു തരത്തിലുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണകൂടമോ ജുഡീഷ്യൽ സംവിധാനമോ ഒന്നും അവിടെ ഇല്ല. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ യമൻ്റെ ഒരു നിയമപ്രകാരം, യമൻ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളിലെയും നിയമപ്രകാരം ഒരു കൊലയാളിക്ക് അല്ലെങ്കിൽ കൊലക്കുറ്റം ചെയ്തയാൾക്ക് വധശിക്ഷയാണ് സാധാരണ വിധിക്കുക. വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് ദയാഹർജി കൊടുക്കുന്ന പ്രസിഡൻ്റാണ് തീരുമാനിക്കുക. അവിടെ ഭരണാധികാരികളല്ല അത്തരം കാര്യങ്ങൾ പരിഗണിക്കുക, ആ കൊല്ലപ്പെട്ടയാളുടെ കുടുംബങ്ങളാണ്. അതിന് 3 ഓപ്ഷനാണുള്ളത്. ഒന്നവർക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, ആളെ കൊല്ലണം എന്ന് പറയാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലഡ് മണി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദിയ വാങ്ങിക്കൊണ്ട് അയാൾക്ക് മാപ്പ് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ തന്നെ അവർക്ക് പാർഡൻ, ഒരു മാപ്പ് കൊടുക്കാം. അപ്പോൾ ഈ 3 ഓപ്ഷനാണുള്ളത്. ഇപ്പോൾ യമൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ യമനിലൊരു ജുഡീഷ്യൽ സിസ്റ്റം ഞാൻ പറഞ്ഞു 2 സർക്കാരാണുള്ളത്. ഹൂത്തികളുടെ കീഴിലുള്ള ഈ പറയുന്ന ഗവൺമെൻറ് കീഴിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വാർ ടോൺ കൺട്രിയാണ്. അവിടെ കോടതിയൊക്കെ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക നമുക്ക് അറിയാമല്ലോ, അതിൻ്റെ പരിമിതികളുണ്ടാവും. പക്ഷേ അവിടെ ഒരു യുദ്ധമില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റത്തിന് മുകളിൽ അവിടുത്തെ ട്രൈബൽ കോടതികൾ എന്ന് പറയുന്ന അവിടുത്തെ ധാരാളം ഈ ഗോത്രവംശജരുള്ള സ്ഥലമാണ് യമൻ. ഇപ്പോൾ ട്രൈബൽ കോടതികൾക്ക് അവിടുത്തെ സമൂഹത്തിൽ വലിയ റോളുണ്ട്. ട്രൈബൽ കോടതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗോത്രത്തിന് ഒരു ഗോത്രത്തലവൻ ഉണ്ടാവും. അപ്പോൾ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഗോത്രങ്ങളിലെ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതിപ്പോൾ ക്രിമിനലാവട്ടെ സിവിലാവട്ടെ, അവരൊരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിന് അവിടുത്തെ ജുഡീഷ്യറിയിൽ വലിയ വാല്യൂ ഉണ്ട്. ആ ഒരു സാധ്യതയാണ്. അതായത് ഇന്നലെ സുപ്രീം കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്താണ്, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു. അത് കേന്ദ്ര സർക്കാർ ചെയ്യില്ല എന്ന് കരുതിയിട്ടല്ല. കാരണം ഇന്ത്യക്ക് യമനിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. ഒന്ന്, യമൻ്റെ ബഹുഭൂരിഭാഗം കൺട്രോൾ ചെയ്യുന്ന ഹൂത്തി ഭരണകൂടവുമായിട്ട് നമുക്കൊരു ഡിപ്ലോമാറ്റിക് ടൈം ഇല്ല. അവരെ ആ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല, ബഹുഭൂരിഭാഗം UN അംഗരാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. എന്നിരിക്കെ യമനിലെ ഇന്ത്യൻ എംബസി വർക്ക് ചെയ്യുന്നത് ജിബൂട്ടിയിലാണ്. അവിടെ ആ രാജ്യത്തല്ല, വേറൊരു രാജ്യത്ത് നിന്നിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിരിക്കെ ഹൂത്തികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ബാക്ക് ചാനൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താം എന്നല്ലാതെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ സാധ്യമേ അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് കോടതിയിൽ പറയുന്നത് നിസ്സഹായാവസ്ഥ കൊണ്ട് തന്നെയാണ്. അല്ലാതെ നമുക്കൊരു കമാൻഡോ ഓപ്പറേഷനോട് പോയിട്ട് നിമിഷം മോചിപ്പിച്ചുകൊണ്ട് വരാനൊന്നും കഴിയില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാവുന്നത് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും ചെയ്യാൻ ഒരു രാജ്യം എന്ന രീതിയിൽ കഴിയില്ല. പിന്നെയുള്ളൊരു ഒരേ ഒരു സാധ്യത, ആ സാധ്യത ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഇത് പറഞ്ഞപ്പോഴാണ് കാന്തപുരം ഇപ്പോൾ അബൂബക്കർ മുസ്ലിം സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് സാധ്യത എന്നാണ് ഈ പറയുന്ന ട്രൈബൽ ലീഡേഴ്സുമായി ബന്ധമുള്ള ഒരു സൂഫി പണ്ഡിതൻ ഉമർ ഹബീബ് ഹാഫിൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഖാണ്. അപ്പോൾ അദ്ദേഹം ഒരു സുന്നി ഷെയ്ഖാണ്. ഈ പറയുന്ന ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഷിയാക്കളാണ്. എന്നിട്ട് പോലും അവർക്കിടയിൽ സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ തുറക്കുന്നു, ഇവരുമായി സംസാരിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ ഇന്നലത്തെ ഡേറ്റിലാണ് ഇപ്പോൾ ഈ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുള്ളത്. അതിനർത്ഥം ഇന്നലെ തന്നെ അവരുമായി സംസാരിച്ച് അത് കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ വളരെ നിർണായക സമയത്താണ്. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുമോ ഇല്ലയെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഈ കുടുംബം ഇത് അഗ്രി ചെയ്യുമോ, അവർ ദിയാധനം വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കുമോ, ഇതൊന്നും നമുക്കറിയില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു വിവരവും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ കോടതി ഈ പറയുന്ന വധശിക്ഷ എക്സിക്യൂഷൻ പോസ്റ്റ്പോൺ ചെയ്തത് തീർച്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ ഒരു നിലപാട് ഏതോ അർത്ഥത്തിൽ പോസിറ്റീവായതുകൊണ്ടാണ്. അതർവൈസ് കോടതി അങ്ങനെ ചെയ്യില്ല. കോടതി നാളെ വധശിക്ഷ വിധിക്കാൻ വരുന്ന ഒരാളുടെ ഡേറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഏതോ തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്, കോടതിക്കോ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്കോ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വധശിക്ഷ മാറ്റുന്നത്. അതിനർത്ഥം ആ ഒരു ചാനലിലൂടെയുള്ള ആ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെന്നാണ്. എങ്കിൽ ഒരു പക്ഷേ നമ്മളിന്ന് ഈ കാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ഉദ്യമമായി കാന്തപുരത്തിൻ്റെ ആ നീക്കത്തെ കാണാൻ കഴിയും. കാരണം അത് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ. ഭരണകൂടങ്ങൾ വഴി, ഡിപ്ലോമസി വഴി, ജുഡീഷ്യറി വഴിയൊന്നും നടക്കാത്ത കാര്യങ്ങൾ
ഇങ്ങനൊരു തലം ഇതിലുണ്ട് എന്ന് ഓർമ്മ വരിക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ മഹത്തായ ഒരു കാര്യമാണ്. അതിലെന്തെങ്കിലും പോസിറ്റീവായി വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളതുകൊണ്ട് വധശിക്ഷ റദ്ദാക്കിയെന്ന അർത്ഥമില്ല, ഈ കുടുംബം അവർക്ക് മാപ്പ് കൊടുത്തു എന്നും അർത്ഥമില്ല. പക്ഷേ ഏതോ തരത്തിൽ പ്രതീക്ഷാനിർഭരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിൽ നിന്ന് ജുഡീഷ്യറിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ കാന്തപുരം തന്നെയാണ്, അദ്ദേഹം നടത്തിയിട്ട ഇടപെടലാണ്. അത് തീർച്ചയായിട്ടും വലിയ തോതിൽ അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തൊരു കോംപ്ലക്സായ സൊസൈറ്റിയാണ് മലയാളികൾ എന്ന് മനസ്സിലാണ്. നമ്മളിപ്പോൾ ഈ നിമിഷം ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ മതി, അതിൽ ഏതെല്ലാം തരത്തിലുള്ള അതിൽ ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിമിഷപ്രിയയെ മോചിപ്പിക്കാനെടുത്ത തീരുമാനം, അങ്ങനെ ഒരു ബുദ്ധി ഉദിക്കുകയും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തതാണോ മോശമായി പോയത്? അദ്ദേഹം ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ലേ? അതല്ല അദ്ദേഹം ഏതോ തരത്തിൽ എട്ടുകാലി മുമ്പുഞ്ഞാവുകയാണോ? എട്ടുകാലി മുമ്പുഞ്ഞെന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടുണ്ട്. കാന്തപുരം അങ്ങനെ എന്തിനാണ് അദ്ദേഹം ചെയ്യുന്നത്? അതിന് ചുമ്മാ ഇരുന്നാൽ പോരെ. അപ്പോൾ ഒരു തരി നന്മയെപ്പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം വിഷലിപ്തമായിരിക്കുകയാണ് മലയാളിയുടെ മനസ്സിലാണ് കമൻസ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. എന്തിലും ഏതിലും ഈ വർഗീയത തിരയുന്ന മണിയനീച്ചകളെ പോലെ ആയി മാറിയിരിക്കുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ ബിഹേവിയർ നിന്ന്, ആ വാർത്തയുടെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ നിന്നും എന്ന് മാത്രമല്ല വലിയ വലിയ ആൾക്കാർ പോസ്റ്റ് ഇടുന്നതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. വളരെ മോശമാണ്, വളരെ മോശമായിട്ട്, എന്താ പറയുക, ഒരു ധാർമ്മികമായി പാപ്പരത്വമുള്ള മോറലി ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്.